ഹരേ കൃഷ്ണ. രാശിചക്രത്തിലെ ഏഴാമത്തെ രാശിയായ തുലാം രാശിക്കാർക്ക് 2026 ജൂലൈ 27 മുതൽ ഡിസംബർ 11 വരെ ഏകദേശം 138 ദിവസം ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നു. ഈ കാലയളവിൽ ശനി മീനം രാശിയിലാണ് സഞ്ചരിക്കുന്നത്. തുലാം രാശിക്കാർക്ക് ഇത് 6ാം ഭാവം. നിങ്ങളുടെ 6ാം ഭാവത്തിലാണ് ശനിയുടെ ഗോചരം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങൾ എന്തെല്ലാമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ പ്രവചനം ജന്മരാശി, ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സാമാന്യ ഫലങ്ങളാണ്. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്, ദയവായി കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ പറയുന്നതായിരിക്കും, തീർച്ചയായും കാണുക. തുലാം രാശിയുടെ രാശിയധിപൻ ശുക്രനാണ്. ചിത്രയുടെ 3-4 പാദങ്ങൾ, ചോതി, വിശാഖത്തിന്റെ 1, 2, 3 പാദങ്ങളടങ്ങിയ നക്ഷത്രങ്ങളാണ് തുലാം രാശിയിൽ ഉൾപ്പെടുന്നത്. ശനി എന്ന് പറയുന്നത് ഒരു വായു തത്വഗ്രഹമാണ്. എന്നാൽ ഇപ്പോൾ അത് ജലതത്വമായ മീനം രാശിയിലാണ് വക്രഗതിയിലാകാൻ പോകുന്നത്. വായുവും ജലവും ഒന്നിക്കുമ്പോൾ തിരമാലകൾ ശക്തമാകുന്നത് പോലെ മനസ്സിലും ജീവിതത്തിലും ഉടഞ്ഞുകിടന്ന വിഷയങ്ങൾ വീണ്ടും ഉയർന്നു വരാനുള്ള സാധ്യത. ഈ വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് വക്രശനി എന്താണ്, തുലാം രാശിക്കാർക്ക് ഇതിൻ്റെ പ്രധാന ഫലങ്ങൾ എന്തൊക്കെ, 6ാം ഭാവത്തിലെ ശനിയുടെ സ്വാധീനം, ശനിയുടെ ദൃഷ്ടി 3, 8, 12 ഭാവങ്ങളിൽ വരുന്നു, അതിൻ്റെ ഫലങ്ങൾ, രേവതി, ഉത്രട്ടാതി നക്ഷത്രങ്ങളിലെ ശനി സഞ്ചാരത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം, ഈ കാലയളവിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പരിഹാരങ്ങളും, ഈ കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വക്രഗതി എന്നാൽ എന്ത്? ഇത് ശനി യഥാർത്ഥത്തിൽ പിന്നോട്ട് സഞ്ചരിക്കുന്നു എന്നല്ല. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ശനി പിന്നിലേക്ക് പോകുന്നത് പോലെ തോന്നുന്ന ഒരു ദൃശ്യപ്രതിഭാസമാണ്. എന്നാൽ ജ്യോതിഷത്തിൽ വക്രഗതിക്ക് വലിയ പ്രാധാന്യമുണ്ട്. വക്ര ശനി പഴയ കർമ്മങ്ങൾ, പൂർത്തിയാകാതെ കിടക്കുന്ന കാര്യങ്ങൾ, പഴയ കടങ്ങൾ, പഴയ ബന്ധങ്ങൾ, പഴയ ജോലികൾ, പഴയ പ്രശ്നങ്ങൾ എന്നിവ വീണ്ടും മുന്നിലെത്തിച്ച് അവയെ ഒരു അന്തിമ പരിഹാരം കണ്ടെത്താൻ നിങ്ങളെ കൊണ്ട് പ്രേരിപ്പിക്കുന്നു. വക്രശനി നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കുന്ന ഗുരുവാണ്. തെറ്റുകൾ തിരുത്തുവാനും ജീവിതത്തിൽ കൂടുതൽ ക്രമപ്പെടുത്തുവാനും അവസരം നൽകുന്ന കാലം. വക്രമായി വരുന്ന ഗ്രഹം നിലവിലെ ഭാവത്തോടൊപ്പം മുൻഭാവത്തെ ഫലങ്ങളും തരുന്നു. അതിനാൽ 6ാം ഭാവത്തിലെ വിഷയങ്ങളോടൊപ്പം 5ാം ഭാവവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും വീണ്ടും സജീവമാകാനുള്ള സാധ്യത. ശനി ഗോചരം ചെയ്യുന്നത് 6ാം ഭാവത്തിലാണ്. 6ാം ഭാവം ജ്യോതിഷത്തിൽ സൂചിപ്പിക്കുന്നത് ജോലി, സേവന മേഖല, ശത്രുക്കൾ, കടങ്ങൾ, രോഗങ്ങൾ, മത്സര പരീക്ഷകൾ, നിയമപരമായ വിഷയങ്ങൾ. ശനി ഇവിടെ വളരെ കഠിനാധ്വാനം ആവശ്യപ്പെടുന്നു. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ക്ഷമയോടെ മുന്നോട്ട് പോകുന്നവർക്ക് അവസാനം നല്ല വിജയവും സ്ഥിരതയും ലഭിക്കുന്നതിനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഈ സമയത്ത് ജോലിസ്ഥലത്ത് ഉത്തരവാദിത്തം വർദ്ധിക്കാം. മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുന്നതിനുള്ള സമയം. പഴയ പ്രൊജക്റ്റുകൾ വീണ്ടും പൂർത്തിയാക്കേണ്ട സാഹചര്യം വന്നേക്കാം. സ്ഥലമാറ്റം, വകുപ്പ് മാറ്റം, പുതിയ ചുമതല എന്നിവയ്ക്ക് സാധ്യത കൂടുതലുണ്ട്. ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ച് ഡിലേ വന്നാലും അവസരം തീർച്ചയായും ലഭിക്കും. ഈ സമയം സാമ്പത്തികപരമായി നോക്കുകയാണെങ്കിൽ പഴയ കടങ്ങൾ തീർക്കാനുള്ള ശ്രമം ഉണ്ടാവും. ചിലവുകൾ നിയന്ത്രിക്കാൻ പഠിക്കേണ്ട ഒരു സമയമാണ്. വരുമാനം ലഭിച്ചാലും അപ്രതീക്ഷിതമായ ചിലവുകൾ വരാനുള്ള സാധ്യത. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ശ്രദ്ധാപൂർവം ചെയ്യുക. ഈ സമയം ആരോഗ്യപരമായി കുറച്ച് ശ്രദ്ധിക്കുക. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, ഉറക്കക്കുറവ്, കാലുകൾ, മുട്ടുകൾ, നാഡീസംബന്ധമായ അസ്വസ്ഥതകൾ, മാനസിക സമ്മർദ്ദം, കൂടാതെ നിങ്ങളുടെ റൈറ്റ് ഷോൾഡറിന് പെയിൻ വരുന്നതിനുള്ള സാധ്യത, മൈഗ്രെയിനൊക്കെ ഉള്ളവർക്ക് വരുന്നതിനുള്ള സാധ്യത, സർവൈക്കൽ പെയിൻ വരുന്നതിനുള്ള സാധ്യത കൂടെയുണ്ട്. കൂടാതെ വാഹനം ഓടിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക, സ്ലിപ്പാകാനുള്ള ഒരു ചാൻസും കൂടെ കാണുന്നുണ്ട്. ഇത് കൂടുതലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ശനിയുടെ ദൃഷ്ടി 8ാം ഭാവത്തേക്കും. അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ, ഗവേഷണം, അതുപോലെ തന്നെ രഹസ്യ വിഷയങ്ങൾ പഠിക്കുന്നതിനുള്ള താല്പര്യം, ഇൻഷുറൻസ് മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ നല്ല അവസരം. പാരമ്പര്യ സ്വത്ത് തിരിച്ചു കിട്ടുന്നതിനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. ജീവിതത്തിൽ ചില അപ്രതീക്ഷിത മാറ്റങ്ങൾ വന്നാലും അവ പിന്നീട് ഗുണകരമാകാൻ സാധ്യത. നിങ്ങൾക്ക് ആത്മീയ ജീവിതത്തിലേക്കും ജ്യോതിഷം, തന്ത്രവിദ്യ, ഗവേഷണം തുടങ്ങിയ വിഷയങ്ങളിലേക്കും താല്പര്യം വരുന്നതിനുള്ള ഒരു സമയം കൂടിയായിരിക്കും.
ശനിയുടെ 12-ാം ഭാവത്തെ ദൃഷ്ടി. 12-ാം ഭാവം സൂചിപ്പിക്കുന്നത് വിദേശം, ആശുപത്രി ചെലവ്, ആത്മീയത, ധ്യാനം, ഏകാന്തത. അനാവശ്യ ചെലവ് ഈ സമയത്ത് തീർച്ചയായും നിയന്ത്രിക്കുക. വിദേശ ജോലിക്കോ വിദേശ പഠനത്തിനോ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയങ്ങൾ ആണ് ഇത്. വീട്ടിൽ നിന്നും ദൂരെ മാറി പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അനുകൂലമായിട്ടുള്ള സമയം തന്നെ. കൂടാതെ വിദേശ യാത്ര, അത് ഏതെങ്കിലും സംബന്ധിച്ചാകാം, അതിനുള്ള സാധ്യത. അതുപോലെ തന്നെ യാത്രകൾ കൂടുതൽ ചെയ്യേണ്ടി വരുന്ന സമയം കൂടിയാണ്. പഴയ ശത്രുക്കൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു മുക്തി കിട്ടുന്നതിനും ശത്രുക്കളെ നേരിടുന്നതിനുള്ള ഒരു തൻ്റെ ഇടം കിട്ടുന്നതിനുമുള്ള സമയം. 3-ാം ഭാവത്തെ ശനിയുടെ ദൃഷ്ടി. 3-ാം ഭാവം ധൈര്യം, ആശയവിനിമയം, സഹോദരങ്ങൾ, സംരംഭങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. ഇവിടെ ക്ഷമയും സ്ഥിരതയും ആവശ്യപ്പെടുന്നു ശനി. പുതിയ ബിസിനസ് ആരംഭിക്കുന്നവർ നല്ല രീതിയിൽ ആലോചിച്ചതിന് ശേഷം തീരുമാനമെടുക്കുക. അതുപോലെ തന്നെ അധ്യാപനം, സോഷ്യൽ മീഡിയ, കൗൺസിലിംഗ്, യൂട്യൂബ്, കമ്മ്യൂണിക്കേഷൻ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കഠിനാധ്വാനത്തിൻ്റെ ഫലം കിട്ടുന്ന സമയമാണ്. 2026 ഒക്ടോബർ 8 വരെ ശനി രേവതി നക്ഷത്രത്തിൽ ഗോചരം ചെയ്യുന്നു. ഈ സമയം അപൂർണമായിരുന്ന പല കാര്യങ്ങളും ഈ സമയത്ത് പൂർത്തിയാക്കുന്നതിനുള്ള അവസരം ലഭിക്കും. പഴയ സുഹൃത്തുക്കൾ വീണ്ടും ജീവിതത്തിലേക്ക് വരുന്നതിനുള്ള സാധ്യത. അതിനുശേഷം 2027 ഫെബ്രുവരി 8 വരെ ഉത്രട്ടാതി നക്ഷത്രത്തിൽ. അപ്പോൾ ഉത്രട്ടാതി കൂടുതൽ സ്ഥിരതയും ആത്മീയ വളർച്ചയും നൽകുന്ന നക്ഷത്രമാണ്. ഈ സമയത്ത് ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറാം. ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാനുള്ള സാധ്യത. കുടുംബകാര്യങ്ങളിൽ പക്വതമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക്, മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത് കഠിനാധ്വാനത്തിൻ്റെ കാലമാണ്. അതിൻ്റെ ഫലം തീർച്ചയായും കിട്ടും. പഴയ പിഴവുകൾ തിരുത്തി വീണ്ടും പഠിച്ചാൽ മികച്ച വിജയം കിട്ടുന്ന സമയം. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ക്ഷമയും നല്ല ആശയവിനിമയവും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് പഴയ കുടിശ്ശികൾ ലഭിക്കുന്നതിനുള്ള സാധ്യത. നിയമപരമായ വിഷയങ്ങളിൽ സൂക്ഷ്മത പാലിക്കുക. പുതിയ നിക്ഷേപങ്ങളൊക്കെ ചെയ്യുന്നവർ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. അങ്ങനെ തുലാം രാശിക്കാർക്ക് ഈ 138 ദിവസത്തെ ശനി വക്രഗതി ഭയപ്പെടേണ്ട കാലമല്ല. ഇത് ജീവിതത്തിലെ തെറ്റുകൾ തിരുത്തുവാനും കടങ്ങൾ കുറയ്ക്കുവാനും ആരോഗ്യം ശ്രദ്ധിക്കുവാനും ജോലി സ്ഥിരത നൽകുന്നതിനും ശത്രുക്കളെ മറികടക്കുന്നതിനും സഹായിക്കുന്ന ഒരു കർമ്മശുദ്ധീകരണ കാലമായി കാണാം. ശനി കാര്യങ്ങളെക്കുറിച്ച് ഡിലേ ചെയ്താലും പക്ഷേ അർഹതയുള്ളവർക്ക് ഫലം നിഷേധിക്കില്ല. അതിനാൽ ക്ഷമ, കഠിനാധ്വാനം, സത്യസന്ധത, അച്ചടക്കം എന്നിവ പാലിച്ചാൽ ഈ വക്രഗതിക്ക് ശേഷം ജീവിതത്തിൽ നല്ല മുന്നേറ്റം അനുഭവപ്പെടാൻ സാധ്യത. നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ: ശനിയുടെ ബീജമന്ത്രം ഓം പ്രാം പ്രീം പ്രൗ സഹ ശനീശ്വരായ നമഃ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ 108 തവണ ജപിക്കുക. ഹനുമാൻ ചാലീസ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ഡെയിലി ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. അല്ലെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും തീർച്ചയായും പാരായണം ചെയ്യുക. വിഷ്ണു സഹസ്രനാമം നിങ്ങൾ ജപിക്കുക. അല്ലെങ്കിൽ പാരായണം ചെയ്യാൻ സമയം ഇല്ലാത്തവർ അറ്റ്ലീസ്റ്റ് കേൾക്കുകയും ചെയ്യുക. സൂര്യന് ജല അർപ്പണം ചെയ്യുക. ഉദിച്ചു വരുന്ന സമയത്ത് 1 മണിക്കൂറിനകമോ ജല അർപ്പണം ചെയ്യാവുന്നതാണ്. മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക. നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി അരമണിക്കൂറിലും അവർക്ക് വേണ്ടി ചിലവഴിക്കുക. മനസ്സാ വാച കർമ്മണ അവരെ ദുഃഖിപ്പിക്കാതിരിക്കുക. വീട്ടിൽ കയറി വരുന്ന മരുമക്കൾക്ക് കൂടിയാണ് ഇത്. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. जय राधे कृष्ण, जय श्री राधे कृष्ण। प्रेम की बंसी बजती जाए, जीवन राधे कृष्ण हो जाए। जिसने वेश को त्याग दिया, हर प्राण